ആത്മാവിന്റെ വെളിപ്പെടുത്തലുകളിലേക്ക് മാന്യപ്രേക്ഷകരെ നിങ്ങൾക്ക് വീണ്ടും ഹൃദയപൂർവ്വം സ്വാഗതം. അതുള്ളതുപോലെ നായ്ക്കമ്പറമ്പിലച്ചൻ നേതൃത്വം കൊടുക്കുന്ന പ്രാർത്ഥനാ ശുശ്രൂഷയോടെ നമുക്ക് ആരംഭിക്കാം. വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്ത്യക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം 31-ാം തിരുവചനം. ആകയാൽ നിങ്ങൾ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ മറ്റെന്തെങ്കിലും ചെയ്യുകയോ ചെയ്താൽ അത് ദൈവമഹത്വത്തിനു വേണ്ടി ചെയ്യുവിൻ. പ്രിയപ്പെട്ടവരെ, ഒരു സാക്ഷ്യ ശുശ്രൂഷ പോലെ അതേസമയം പരിശുദ്ധാത്മാവ് കഴിഞ്ഞ കാലത്തിൽ നൽകിയതും ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നതുമായ വെളിപ്പെടുത്തലുകൾ പങ്കുവച്ചുകൊണ്ട് ഈ ഗുഡ്നസ് ടിവിയുടെ പ്രേക്ഷകരായ നമുക്കെല്ലാവർക്കും ഒരു ഉണർവും ഒരു ഉത്സാഹവും ഒരു തീഷ്ണതയും ഒരു നവജീവനും പകരുവാൻ വേണ്ടി ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ഒരു ആത്മീയ ശുശ്രൂഷയുടെ മുമ്പിലാണ് നമ്മളിപ്പോൾ. ഈ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന അനേകായിരമോ പതിനായിരക്കണക്കിന് ജനമോ അവർക്കെല്ലാവർക്കും പരിശുദ്ധാത്മാവിന്റെ ഒരു പുതിയ അഭിഷേകവും ആന്തരിക സൗഖ്യവും സമാധാനവും ശാരീരിക രോഗശാന്തിയും പൈശാചിക പീഡകളിൽ നിന്നുള്ള വിടുതലും നാനാവിധത്തിലുള്ള ഏറ്റവും അത്യാവശ്യമായ അനുഗ്രഹങ്ങളും ലഭിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി നമ്മുടെ സ്നേഹപിതാവായ ദൈവത്തോട് യേശുവിന്റെ നാമത്തിന്റെ അനന്ത യോഗ്യതയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ഞങ്ങൾക്കും ഇതിന് സഹകാരികളായി പ്രവർത്തിക്കുന്ന അനേകർക്കും പ്രേക്ഷകരായ എല്ലാവർക്കും പരിശുദ്ധാത്മാവിന്റെ പുതിയ ശക്തിയും പുതിയ ജീവനും ഏറ്റവും അത്യാവശ്യമായ അത്ഭുതങ്ങളും അടയാളങ്ങളും ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, പരിശുദ്ധാത്മാവേ നന്ദി, ആബാപിതാവേ നന്ദി, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, താങ്ക് യു ജീസസ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മോടൊത്ത് അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ നായ്ക്കമ്പറമ്പിലച്ചനോട് ഉള്ള ഇടപഴക്കം വഴി ഉണ്ടായ അനുഗ്രഹങ്ങളും ധ്യാനമേഖലയിൽ ലഭിച്ച ദൈവിക ഇടപെടലും എല്ലാം നമ്മോട് പറയാൻ എത്തിയിരിക്കുന്നത് ഈ ആത്മാവിന്റെ വെളിപ്പെടുത്തലിലൂടെ തന്നെ അച്ഛൻ പലയാവർത്തി സംസാരിച്ചിട്ടുള്ള പാറ്റ്നയുമായി ബന്ധപ്പെട്ട ഒരു പുരോഹിതനാണ്. അദ്ദേഹം ഈ നായ്ക്കമ്പറമ്പിലച്ചന്റെ യാത്രാ വഴികളിലൊക്കെ ഉണ്ടായ ചില ദർശനങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു ധ്യാന കേന്ദ്രത്തിന്റെ കാരണക്കാരൻ കൂടി ആയി മാറിയ ആളാണ്. അദ്ദേഹത്തെ നായ്ക്കമ്പറമ്പിലച്ചൻ തന്നെ നമുക്കായി ഇപ്പോൾ പരിചയപ്പെടുത്തും. പ്രിയപ്പെട്ടവരെ, 1993 മുതൽ ദൈവം ഞങ്ങളെ അനേക പ്രാവശ്യം ബീഹാറിന്റെ തലസ്ഥാനമായ പാറ്റ്നയിലേക്ക് അയച്ചിട്ടുണ്ട്. ഞങ്ങളങ്ങനെ പോകാൻ കാരണം പാറ്റ്ന കേന്ദ്രീകൃതമായി പ്രവർത്തിക്കുന്ന ഈശോ സഭാ വൈദികരുടെ ആ സമൂഹത്തിന്റെ പ്രത്യേക ക്ഷണം കിട്ടിയതുകൊണ്ടാണ്. അങ്ങനെ ഞങ്ങൾ 1993 മുതൽ അനേക പ്രാവശ്യം പാറ്റ്ന ടീമിന്റെ ക്ഷണം സ്വീകരിച്ച് പിന്നീട് പോകാനിടയായി. ആ പാറ്റ്ന ടീം ഉണ്ടാകാനുള്ള സാഹചര്യവും പിന്നീട് വടക്കേ ഇന്ത്യ മുഴുവൻ, ഹിന്ദി മേഖല മുഴുവൻ സുവിശേഷ വേല ചെയ്ത വളരെ ശക്തമായ ഒരു സുവിശേഷ സംഘത്തിന്റെ ലീഡർ, ഒരു ധ്യാന മന്ദിരത്തിന്റെ ഡയറക്ടറാണ് ഫാദർ ജോർജ് കരാമേൽ എസ് എ. അദ്ദേഹത്തെ കുറിച്ച് കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ വിശുദ്ധ ഇഗ്നേഷ്യസ് ലോയോളയുടെയും ഫ്രാൻസിസ് സേവ്യറിന്റെയും ഇപ്പോഴത്തെ ഫ്രാൻസിസ് മാർപ്പാപ്പായുടെയും ഉൾപ്പെടുന്ന അവരുടെ സന്യാസ സഭയിലെ അംഗമാണ് അദ്ദേഹം. അതിനാൽ വളരെ പാരമ്പര്യമുള്ള ഒരു ശുശ്രൂഷയുള്ള സന്യാസ സഭയുടെ അംഗമാണ്. അങ്ങനെയുള്ള അദ്ദേഹം നിലവിലുള്ള പാരമ്പര്യങ്ങളെയൊക്കെ കടന്ന് ഇപ്പോൾ നിലവിലുള്ള പോട്ട ദൈവ വചന ശുശ്രൂഷ പോലെയുള്ള ഒരു ശുശ്രൂഷയോട് ചേർന്ന് സുവിശേഷ വേലയിലേക്ക് വന്നു. അതിന് ദൈവം മാറ്റി നിർത്തി. അങ്ങനെയൊരു സംഘം തന്നെയുണ്ട്.
വൈദികരുടെയും അൽമായരുടെയും സിസ്റ്റേഴ്സിന്റെ ഒരു സമൂഹം ജോർജ് കരാമലയച്ചന്റെ നേതൃത്വത്തിൽ ഇന്ന് ധ്യാനമന്ദിരത്തിലും വടക്കേ ഇന്ത്യയിലും ഒരു പ്രാവശ്യം അദ്ദേഹം ജർമ്മനിയിലും ഞങ്ങളുടെ കൂടെ വന്നിരുന്നു സുവിശേഷ വേലയ്ക്കായിട്ട്. അങ്ങനെയുള്ള ഒരു വലിയ ദൈവവിളി ലഭിച്ച, ശുശ്രൂഷാ വിളി ലഭിച്ച, വളരെ വിശ്വസ്തരായിട്ട് ശുശ്രൂഷ ചെയ്ത ഒരു ധ്യാന ശുശ്രൂഷാ സംഘത്തിന്റെ തലവനാണ് അദ്ദേഹം. നമുക്ക് ആർക്കും അത്ര പരിചയമുള്ളതല്ല ഈശോ സഭ ധ്യാനഗുരു എന്നത്, മലയാള ലോകത്ത് പ്രത്യേകിച്ച്. അപ്പൊ ഈശോ സഭാംഗമായ ഒരു ധ്യാനഗുരു ആണ് ജോർജ് അച്ഛൻ എന്നത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അച്ഛാ, ഈ ഒരുപക്ഷെ ഈശോ സഭ അച്ഛന്റെ നേതൃത്വം അച്ഛനെ ഏൽപ്പിച്ചതൊന്നും ഇതുപോലൊരു ദൌത്യമായിരിക്കണമെന്നില്ല. ഞാൻ ഊഹിച്ച് പറയുകയാണ്. ഒരു ധ്യാന കേന്ദ്രം സ്ഥാപിച്ച് അതിന്റെ ഡയറക്ടറാക്കുക എന്ന രീതിയൊന്നും ആയിരിക്കില്ല. അങ്ങനെയെങ്കിൽ ഇങ്ങനെ ഒരു ശുശ്രൂഷ വഴിയിലേക്ക് ഈശോ സഭാംഗമായ അച്ഛൻ എങ്ങനെയാണ് കടന്നു വന്നതെന്ന് പറയാം. കടന്നു വന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്ക് തന്നെ അറിയത്തില്ല. ദൈവം പടിപടിയായിട്ട് നയിക്കുക ചെയ്തേ. നാളെ എന്ത് സംഭവിക്കും, എന്ത് ഭാവിയിൽ എന്ത് ഇതിന്റെ ഒരു പ്ലാൻ എന്താണ്, അങ്ങനെയൊന്നും നമ്മൾ ആർക്കും ഒരു ഐഡിയ ഇല്ലായിരുന്നു. അതെല്ലാം ദൈവം നടപടി ക്രമപ്രകാരം നടത്തി കാണിക്കുക ചെയ്തേ. ആദ്യം വന്ന് നായ്ക്കുമർമ്മൽ അച്ഛനാണ് അവിടെ വന്നത്. അതിനു മുമ്പ് കുറച്ച് അച്ഛന്മാരൊക്കെ ഇവിടെ നിന്ന് ബോട്ടായിൽ വന്ന് ധ്യാനം കൂടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു സാധു ഷിലാനന്ദ് ജസ്യൂട്ട് ബ്രദറാണ്, പുള്ളിയാണ് ഇവരെ ആദ്യമായിട്ട് അങ്ങ് വിളിച്ചത്. വന്നപ്പോൾ അതിന്റെ അറേഞ്ച്മെന്റ്സിനുള്ള നേതൃത്വം എനിക്ക് കിട്ടി, എന്നെ ഏൽപ്പിച്ചു അവര് മീറ്റിംഗിൽ. അങ്ങനെയാണ് ഞാൻ ഇതിൽ വന്ന് ഒരു പ്രകാരത്തിൽ പറഞ്ഞാൽ കുടുങ്ങിയത്. കാരണം എന്താ ദൈവത്തിന്റെ പദ്ധതി എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷെ ക്രമേണ അത് പടിപടിയായിട്ട് വളർന്നു. അങ്ങനെയാണ് ഇന്നത്തെ നിലയിൽ ഇപ്പോൾ പാറ്റ്ന ആയിരിക്കുന്നത്. സുവിശേഷ കേന്ദ്രം ഞങ്ങൾക്കുണ്ട്, ധ്യാന കേന്ദ്രമുണ്ട്. എല്ലാ ആഴ്ചയിലും അവിടെ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ ആഴ്ചയിലും ഹിന്ദിയിൽ ഒരു 10-100 പേരോട് ചുറ്റുപാടുള്ള ആൾക്കാർ, എല്ലാ ആഴ്ചയിലും ക്രൈസ്തവരും അക്രൈസ്തവരുമായിട്ടുള്ള ആൾക്കാർ എല്ലാ ഞായറാഴ്ചയും അവിടെ വന്നു കൂടും. പാറ്റ്നയിലേക്ക് ക്ഷണിക്കപ്പെട്ട നായ്ക്കമ്പറമ്പിൽ അച്ഛൻ ഉൾപ്പെടുന്ന ഒരു ടീം വല്ലുവലാൻ, സിസ്റ്റർ തെരേസ്, മേരി ടീച്ചർ, ഇവരൊക്കെ മാത്യു 8-10 പേർ ആദ്യം വന്നു. ആ ധ്യാനത്തിന്റെ സംഘാടകത്വമായിരുന്നു അച്ഛൻ. പിന്നീട് നായ്ക്കമ്പറമ്പിൽ അച്ഛനുമായിട്ടുള്ള ഒരു സൗഹൃദമോ അന്ന് മുതലേ തുടങ്ങി കൂടെ. കാരണം മലയാളത്തിൽ സംസാരിക്കാനും അവരോട് പാറ്റ്നയ്ക്ക് പോകാനും പ്രാർത്ഥനയിൽ കൂടാനും ഒക്കെ അച്ഛൻ എന്നെ കുടുക്കിയതിനകത്ത്. ഞാനങ്ങനെ അകന്നാന്ന് നിൽക്കാൻ നോക്കിയെങ്കിലും അച്ഛൻ എപ്പോഴും നിർബന്ധിക്കും, ഇവിടെ വന്നിരി. അങ്ങനെ അപ്പോഴാണ് എനിക്ക് അടുത്തൊരു അനുഭവം ഉണ്ടായിരുന്നു. പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങളുടെയും സന്ദേശത്തിന്റെയും ഒക്കെ അനുഭവം ആ ഗ്രൂപ്പിൽ വെച്ചാണ് എനിക്ക് കിട്ടാൻ തുടങ്ങുന്നത്. അതിനു മുമ്പ് എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. ഒത്തിരി ധ്യാനിപ്പിച്ചിട്ടുണ്ട്. ഈശോ സഭയുടെ അനുസരിച്ചുള്ള സ്പിരിച്വൽ എക്സർസൈസസ് പലയിടത്തും ഞാൻ ധ്യാനിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇതിന്റെ പരിശുദ്ധാത്മാവിന്റെ അടുത്തുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. ആ കിട്ടിയ അനുഭവത്തെ ഒന്ന് വിശദീകരിക്കാം. അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ അനുഭവങ്ങൾ ഉണ്ടാകുന്നു, സന്ദേശങ്ങൾ ലഭിക്കുന്നു, രോഗശാന്തികൾ ഉണ്ടാകുന്നു, അടയാളങ്ങൾ കാണുന്നു. അത് എനിക്ക് തന്നെ നേരിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു ഈ ഗ്രൂപ്പിൽ കൂടിയതോടെ. അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയല്ലായിരുന്നു. പിന്നെ ധ്യാനത്തിൽ തന്നെ വലിയ അനുഭവം കിട്ടി. ആദ്യം ധ്യാനം സംഘടിപ്പിക്കാൻ പറഞ്ഞപ്പോൾ 100 പേർക്ക് വേണോ 200 പേർക്ക് വേണോ നമുക്കൊരു ഐഡിയ ഇല്ല. കാരണം അന്ന് അവിടെ ഒരു സ്ഥാപനം ഇല്ല. അപ്പൊ ഇവിടുന്ന് പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു വിട്ടു, സിസ്റ്റർ മാല എന്ന് പറഞ്ഞൊരു സിസ്റ്റർ, നോട്ടഡേം സിസ്റ്ററിലൂടെ പറഞ്ഞു വിട്ടു 500 പേർക്ക് സ്ഥലം ഒരുക്കണമെന്ന് പറഞ്ഞു. അത് നമുക്കറിയത്തില്ലായിരുന്നു. അത് പറഞ്ഞു കിട്ടത് വളരെ നന്നായി. ഞങ്ങൾ അത്രയും പേർക്കുള്ള താമസിക്കാനുള്ള സൗകര്യം പല സ്ഥാപനങ്ങളിലുമായിട്ട് ഞങ്ങൾ ഒരുക്കി. അവരെ കൊണ്ടുപോകാനുള്ള വണ്ടിയെല്ലാം അറേഞ്ച് ചെയ്തു. 520 പേരോളം ഉണ്ടായിരുന്നു വൈദികരും സിസ്റ്റേഴ്സുമായിട്ട്. പിന്നെ അത് കഴിഞ്ഞ് കൺവെൻഷൻ. അപ്പൊ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ അതെല്ലാം സംഭവിച്ചു. അച്ഛാ, ഈ ധ്യാന മേഖലയിൽ ആയിരുന്ന ആളല്ല ജോർജ് അച്ഛൻ. എന്നാൽ അച്ഛൻ ഒരു ധ്യാനത്തിന്റെ സംഘാടകനായി അവിടെ കാര്യങ്ങൾ നടത്തുന്നു, ക്രമീകരിക്കുന്നു. അച്ഛൻ നിർബന്ധപൂർവ്വം പ്രാർത്ഥനയ്ക്കൊക്കെ ക്ഷണിക്കുന്നു. സാധു ഷീലാനന്ദ് എന്ന ഈശോസഭ സഹോദരനാണ് ഞങ്ങളെ ക്ഷണിക്കുന്നത്. അവിടെ ഒരു ധ്യാനം സംഘടിപ്പിക്കാനുള്ള ലീഡേഴ്സ് മീറ്റിംഗിൽ വെച്ച് അച്ഛന്റെ മേൽ ചുമതല വന്നു. കാരണം അവിടുത്തെ ഈശോസഭ സ്ഥാപനത്തിന്റെ റക്ടറായിരുന്നു അദ്ദേഹം.
അങ്ങനെ അത് 500 എത്ര പേർക്ക് വേണ്ടി എന്നുള്ളത് അറിയാൻ പാടില്ലായിരുന്നപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയ സന്ദേശം അറിയിച്ചു. പിന്നെ അതിനോട് അവർ സഹകരിച്ചു, അധ്വാനിച്ചു, പ്രാർത്ഥിച്ചു. അപ്പോ അതിന്റെ ഫലം വളരെ വലിയ ഒരു ഫലമായിരുന്നു. 530ഓളം പേര് ധ്യാനത്തിൽ സംബന്ധിച്ച് അനേകം പേര് സാക്ഷ്യം പറഞ്ഞു തങ്ങൾക്ക് മാറ്റം ഉണ്ടായി എന്ന്. ആ ധ്യാനത്തിൽ വെച്ച് തന്നെയാണ് മറ്റൊരു സന്ദേശം സിസ്റ്റർ തെരേസയിലൂടെ അന്ന് കർത്താവ് നൽകി. ഇനിയും 6 മാസത്തിനുള്ളിൽ 1200 പേരുടെ ഒരു ധ്യാനം കൂടെ വരും, അതും വൈദികരുടെയും സിസ്റ്റേഴ്സിന്റെയും. അതിനും ഇവർ തയ്യാറായി റിസ്ക് എടുക്കാനായിട്ട്, ബിഷപ്പ് ഉൾപ്പെടെയുള്ളവർ. ആർച്ച് ബിഷപ്പ് ബെനഡിക്ട് ഓസ്ത അദ്ദേഹവും ഉത്സാഹപ്പെട്ടു, വികാരി ജനറൽ സഹകരിച്ചു. അങ്ങനെ കത്തുകൾ അയച്ച് 1200 പേര് 6 മാസത്തിനുള്ളിൽ വൈദികരും സിസ്റ്റേഴ്സും ഒന്നുകൂടി. അതോടൊപ്പം ജനങ്ങളുടെ കൺവെൻഷനിൽ വാരിക്കോരി അനുഗ്രഹങ്ങൾ കൊടുക്കുന്നു, സാക്ഷ്യപ്പെടുന്നു. വൈദികരുടെയും സിസ്റ്റേഴ്സിന്റെയും ധ്യാനം 1-2 ദിവസം കഴിയുമ്പോഴത്തേക്ക് അവരും നല്ല സാക്ഷ്യത്തിലേക്ക് വരുന്നു. വലിയ വിജയമുള്ള ധ്യാനമായിരുന്നു അത്. ആ ധ്യാനത്തിൽ വെച്ച് ഒരു കൊല്ലത്തിലകം 1800ഓളം പേർക്ക് വേണ്ടിയുള്ള ഒരു ധ്യാനം കൂടെ വരുന്നൊരു സന്ദേശം കിട്ടി. അത് ഏറ്റെടുക്കാൻ അല്പം മടി തോന്നിയെങ്കിലും കുറെ പ്രാർത്ഥിച്ച ശേഷം അവർ ധീരതയോടെ അതും ഏറ്റെടുത്തു. ആ ധ്യാനത്തിന് ഒരു കൊല്ലത്തെ ഓർഗനൈസേഷൻ അന്ന് എന്നോട് പറഞ്ഞ ഞാൻ ഓർക്കുന്നത് ഇങ്ങനെയാണ്: 8000 കത്തുകൾ അവരയച്ചു, നോർത്ത് ഇന്ത്യ മുഴുവനും നേപ്പാളിലും എല്ലാ സ്ഥലത്തോട്ടും ക്ഷണിച്ചുകൊണ്ട്. പിന്നെ മധ്യസ്ഥ പ്രാർത്ഥന ഓർഗനൈസ് ചെയ്യുന്നുള്ളത് വലിയൊരു കാര്യമാണ്. അന്ന് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നത് ഇങ്ങനെയാണ്: 1800 പേർക്കുള്ള ഒരു ധ്യാനം കൂടെ എന്ന് പറഞ്ഞു. 1800 പേർക്കുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തി. അതുകൂടാതെ വന്നു പോകുന്ന 200 പേരും കൂടി ഉണ്ടായിരുന്നു, 1000ഓളം പേര്. അതിൽ ബീഹാറിലെ എല്ലാ ബിഷപ്സും സംബന്ധിച്ചു എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ്. അച്ഛാ, ഇതിനു മുമ്പും അച്ഛന്റെ സഭാരീതി അനുസരിച്ചുള്ള ഒരു ധ്യാന രീതിയിൽ അവലംബിച്ച് ധ്യാനിപ്പിച്ചിരുന്നു എന്ന് പറഞ്ഞല്ലോ, സ്പിരിച്വൽ എക്സസൈസും ഒക്കെ. അതിനുശേഷം ഈ നായ്ക്കമ്പറമ്പിൽ അച്ഛൻ ഇടപെടുന്നതിലൂടെ അതിന് വൈവിധ്യം വന്നു, പിന്നീട് മാനങ്ങളെല്ലാം മാറി. അപ്പോൾ അച്ഛൻ സ്വീകരിച്ച പുതിയ ധ്യാന രീതിയും നിലപാടും എന്താണെന്നൊന്ന് പറയും. അല്ല, ഈശോസഭയിലുള്ള ധ്യാനം സ്പിരിച്വൽ എക്സർസൈസ് അതിന് ആളുകൾ കുറവാ. 20-30 പേര് ഒരു ചെറിയ ഗ്രൂപ്പിന് അങ്ങനെയൊക്കെ ഉള്ളതായിരുന്നു. അല്ലാതെ ഇത് പോപ്പുലർ ധ്യാനം എന്ന് പറഞ്ഞാൽ വലിയ വലിയ ഗ്രൂപ്പുകളില്ലായിരുന്നു. പിന്നെ സുവിശേഷം വായിക്കാനുള്ള അനോയിന്റിങ് എനിക്ക് കിട്ടി. പണ്ടൊന്നും അങ്ങനെ വായിക്കലായിരുന്നു. ഇപ്പം നിത്യമായിട്ട് രാവും പകലും ഗ്രന്ഥോത്സവം ബൈബിൾ വായിക്കാൻ തുടങ്ങി. അങ്ങനെ അത് പ്രസംഗിക്കാൻ തുടങ്ങി. അപ്പം പ്രസംഗിക്കുമ്പം രോഗികൾക്ക് സൗഖ്യം കിട്ടുന്നുവെന്ന് സ്പഷ്ടമായിട്ട് കാണാൻ തുടങ്ങി. ധാരാളം രോഗികൾ സൗഖ്യം കിട്ടുന്നു, വിടുതൽ കിട്ടുന്നു, ബന്ധനങ്ങൾ മാറിപ്പോകുന്നു, വഴക്കും വയ്യാവലും പോകുന്നു, കള്ളുകൂടി നിർത്തി, കുടുംബത്തിൽ സമാധാനമായി. അങ്ങനെയുള്ള ഇതെല്ലാം കിട്ടിയപ്പോൾ അത് വലിയൊരു പ്രോത്സാഹനമായിരുന്നു നമുക്ക്. ഞങ്ങളുടെ ആർച്ച് ബിഷപ്പ് ബെനഡിക്ട് ഓസ്ത ഞങ്ങളുടെ കൂടെ വന്നു. അതാണ് ഞങ്ങളത് രക്ഷപ്പെട്ടു പോകാൻ കാരണം. ഈ കൺവെൻഷനുകൾക്ക് വേണ്ടി മാത്രമാണല്ലോ പാറ്റ്നയിലേക്ക് ഈ പോട്ട ഡിവൈൻ ടീമിനെ ക്ഷണിച്ചത്. അങ്ങനെയാണല്ലോ നായ്ക്കമ്പറമ്പ് വരുന്നു ധ്യാനം. അതിനുശേഷം പിന്നെ ഇവരുടെ അഭാവത്തിലാണ് അച്ഛൻ ധ്യാനങ്ങൾ നടന്നത്. അവിടെയും തത്തുല്യമായ അനുഭവങ്ങൾ ഉണ്ടായിരുന്നോ? ജനങ്ങളുടെ സ്വീകാര്യത, ആ കാര്യങ്ങളായിരുന്നു. ഞങ്ങൾക്ക് പ്രാർത്ഥന സെന്റർ ഉണ്ടായി, ഗ്രൂപ്പ് ഉണ്ടായി, പെർപെച്വൽ അഡറേഷൻ തുടങ്ങി. രാവും പകലും അഡറേഷൻ ഇടവപ്പള്ളിയിൽ വെച്ച് തന്നെ നടത്തി. അതിന് ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ അതിനെ ഒരു തരത്തിൽ ദൈവം തന്നെ നമ്മളെ പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുകൊണ്ടിരുന്നു. ബൈബിൾ വിതരണത്തിന്റെ ഒരു എക്സ്പ്ലോഷൻ തന്നെ അവിടെ. ഇവിടെ അടിക്കുന്ന ഹിന്ദി ബൈബിൾ മുഴുവൻ കൊണ്ടുപോകുന്നത്, ബുക്ക് ചെയ്ത് കൊണ്ടുപോകുന്നത് കരാമലസിനൊക്കെ ആയിരുന്നു. അവരത് ഇവിടെ നിന്ന് മേടിക്കുന്നതിന്റെ പകുതി വിലയ്ക്ക്, പകുതിയില്ല, 50 രൂപ ചെലവാക്കി 10 രൂപയ്ക്ക് വിൽക്കുന്നു. 50 രൂപയുടെ ന്യൂ ടെസ്റ്റമെന്റ് 10 രൂപയ്ക്ക് പുതിയ സങ്കീർത്തനം ഉൾപ്പെടെയുള്ള ന്യൂ ടെസ്റ്റമെന്റ് ധാരാളം വിതരണം ചെയ്തു. അച്ഛൻ പിന്നെ ഈ ബൈബിൾ വിതരണത്തെ കുറിച്ച് പറഞ്ഞല്ലോ. അത് വടക്കേ ഇന്ത്യ, ക്രൈസ്തവ സാന്നിധ്യം വളരെ കുറവുള്ളൊരു മേഖല. അപ്പൊ മിക്കവാറും നമ്മുടെ ഈ വിതരണ ലോകത്ത് ഈ ബൈബിൾ എത്തിപ്പെടുന്നത് മറ്റു മതസ്ഥരുടെ ഇടയിലാകാം. അങ്ങനെയെങ്കിൽ അത് എന്തെങ്കിലും ഒരു പ്രത്യാഘാതം ഉണ്ടായിട്ടുണ്ടോ? ഈ ബൈബിൾ വിതരണത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ നമ്മൾ വിതരണം ചെയ്യാറില്ല. കൺവെൻഷൻസിലാണ് ഇത് കൊടുക്കുന്നത്. കർത്താവെ പാപിയ എന്റെ മേൽ കരുണയുണ്ടാകണമേ എന്നൊരു 10 പ്രാവശ്യം പറയുമ്പോൾ തന്നെ പലരും കരയാൻ തുടങ്ങും. ഇങ്ങോട്ടും ഞാൻ ഓർക്കുന്നു, അവിടെ കൽക്കട്ട ഹൗറായിൽ പള്ളിയിൽ ഞാൻ ഓർത്തു സിസ്റ്റേഴ്സ് ആയിരിക്കുന്നു. ഒരു വയസ്സ് മുഴുവൻ കറുത്ത് ഉടുപ്പിട്ടേ, അതെല്ലാം മുസ്ലിംസ് ആയിരുന്നു. ഈ ബുർക്കായിട്ട് അത് മാറ്റിയിരുന്ന ഹൗറ പള്ളിയിൽ ഒരു വശം മുഴുവൻ മുസ്ലിംസ് ആയിരുന്നത്, സ്ത്രീകള്.
അപ്പൊ അവരും കൈപൊക്കി കർത്താവെ ഭാവിയ എന്റെ മേലും കന്യണമേ എന്ന് പറഞ്ഞ് അവർ പ്രാർത്ഥിക്കുമ്പം എല്ലാം കരയാൻ തുടങ്ങി, ചെല്ലപ്പടഞ്ഞ് വീഴാൻ തുടങ്ങി. അത്ഭുതങ്ങളും അടയാളങ്ങളും അവരുടെ ഇടയ്ക്കും എല്ലാവരുടെയും. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളുടെ കണ്ണുകൾ തുറന്നു തുടങ്ങിയത്. എല്ലാ മതസ്ഥർക്കും എല്ലാവർക്കും കർത്താവിന്റെ പേര് വിളിച്ചാൽ അവർ രക്ഷ പ്രാപിക്കുമെന്ന് അപ്പോഴാണ് മനസ്സിലാകുന്നത്. മതം ഏതായാലും കർത്താവിന്റെ പേര് വിളിച്ചാൽ മതി. അങ്ങനെ ഒരു അനുഭവത്തിലൂടെ ഞങ്ങളുടെ ടീം മെമ്പേഴ്സ് എല്ലാവരും കടന്നുപോയി. അതുകൊണ്ട് എല്ലാവരും ഉത്സാഹമായിട്ട് പ്രസംഗിക്കാൻ തുടങ്ങി. അച്ഛൻ വചനത്തിന് വളരെ പ്രാധാന്യം കൊടുത്താണല്ലോ അച്ഛന്റെ ശുശ്രൂഷ രീതി. അപ്പൊ ഈ ഒരു അച്ഛനൊക്കെ ചെന്ന് ധ്യാനം നടത്തുന്നതിന്റെ പരിണിതഫലമായി ഇത്രമാത്രം വചനത്തിന് പ്രചാരം കിട്ടുന്നു എന്നുള്ളത് അച്ഛനിൽ നിന്നുണ്ടാകുന്ന പ്രതികരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. 100-150 രൂപ വിലയുള്ള സമ്പൂർണ്ണ ബൈബിള് 50 രൂപയ്ക്ക് ഇവർ വില കുറച്ച് കൊടുക്കുന്നു. ഈ പണം ഇവിടുന്ന് വരുന്നു. അതൊരു അത്ഭുതമാണ്. ദൈവം പണം എങ്ങനെയെങ്കിലും എത്തിച്ചു കൊടുക്കും. ഇത് ലോകം മുഴുവനുമുള്ള മനസ്സിലാക്കേണ്ട ഒരു സത്യം കൂടിയാണ്. നമ്മളിപ്പം വചനോത്സവം മാസിക ചെറിയ വിലയ്ക്ക് കൊടുക്കുന്നു. അനേകായിരം കോപ്പികൾ ചിലർ വാങ്ങിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കുന്നു. ദൈവത്തിന്റെ ഒരു അത്ഭുത പ്രവൃത്തിയാണ്. അപ്പോൾ ഇവരുടെ പുതിയ നിയമവും ഇവരുടെ പുതിയ നിയമ വിതരണവും സമ്പൂർണ്ണ ബൈബിൾ വിതരണവും എല്ലാം നോർത്ത് ഇന്ത്യ മുഴുവൻ സ്വാഗതം ചെയ്യാണ്. കാരണം ഇവർ ധ്യാനിപ്പിക്കുന്ന സ്ഥലത്ത് മാത്രമല്ല ഇവർ കൊടുക്കുന്നത്. ഏത് രൂപതയെന്ന് ആവശ്യപ്പെട്ടാലും ഇവരുടെ ചെലവിൽ അയച്ചു കൊടുക്കും. അതിന്റെ അർത്ഥം ദൈവം അത് വളരെ താല്പര്യത്തോടെ നോക്കിക്കാണുകയും സം ഹാവ് ഓർ അതർ ഇതിന് പണം എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ഇത് വലിയൊരു അത്ഭുത പ്രതിഭാസമാണ്. വചനത്തിന് ദൈവം എന്തുമാത്രം പ്രാധാന്യം കൊടുക്കുന്നുള്ളത്. അതുപോലെ തന്നെ വചന പ്രഘോഷണ സമയത്ത് ദൈവം പരിശുദ്ധാത്മാവിനെ വർഷിക്കുന്നു. ഇപ്പോ നോർത്ത് ഇന്ത്യയിൽ നടക്കുന്ന ധ്യാനത്തിന് ഭൂരിപക്ഷവും ക്രിസ്ത്യാനികളായിരിക്കില്ല, മറ്റു മതക്കാരായിരിക്കും വരുന്നത്. വരുന്നവർക്കൊക്കെ പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്നു, വരുന്നവർക്കൊക്കെ പാപമോചനം കൊടുക്കുന്നു, വരുന്നവർക്കൊക്കെ രോഗശാന്തി കൊടുക്കുന്നു. അവർക്ക് ആത്മീയ ഉണർവും ഒരു പ്രാർത്ഥനയുടെ ശക്തിയും ഉണ്ടാകുന്നു. കുടുംബങ്ങൾ സമാധാനത്തിലാവുന്നു. അവർ കൂടുതൽ പേരെ ധ്യാനകേന്ദ്രത്തിലേക്ക് കൊണ്ടുവരുന്നു. അവിടെ ധ്യാനകേന്ദ്രം ഇല്ലായിരുന്നു വാസ്തവത്തില്. പള്ളിയിലും ഇടവപ്പള്ളിയിലൊക്കെ വെച്ച് ധ്യാനിപ്പിക്കുന്നു. വൈകുന്നേരം ഏതെങ്കിലും സ്കൂളിൽ കൊണ്ടുപോയി കിടത്തി ഉറക്കുന്നു. ഇന്ന് അവർക്ക് വലിയ നല്ല ഒരു പണി തീർത്ത ധ്യാനകേന്ദ്രം ദൈവം ദാനമായിട്ട് കൊടുത്തിട്ടുണ്ട്. അച്ഛാ, ഇപ്പൊ ഒരു ധ്യാനകേന്ദ്രം ഉണ്ട് എന്ന ഒരു കാര്യം പറഞ്ഞല്ലോ, അങ്ങനെ ഇല്ലായിരുന്നു. അപ്പൊ ഈ വളർച്ചയുടെ ഘട്ടത്തിൽ നായ്ക്കമ്പറമ്പിൽ അച്ഛന്റെ എന്തെങ്കിലും ഇടപെടലും ഈ രീതിയിലൊക്കെ ആയിത്തീരുന്നതിൽ അച്ഛനിൽ നിന്നുണ്ടായ സഹകരണവും ഒന്ന് അച്ഛന് ആ മൂന്നാമത്തെ കൺവെൻഷൻ അച്ഛന് അനൗൺസ് ചെയ്തു. ഇവിടെ ധ്യാനിപ്പിക്കാൻ വേണ്ടി 2 പേരെ കർത്താവ് നിയമിക്കുന്നു എന്ന് പറഞ്ഞെന്നു. ഞാനൊന്ന് വല്ലൂരാൻ അച്ഛനെ ഏറോട്രോമിലോട്ട് കൊണ്ടുപോയ സമയത്ത് ഇവിടെ അനൗൺസ് ചെയ്തു. അപ്പൊ ഞാൻ വന്നപ്പോൾ അവർ പറഞ്ഞു, അച്ഛൻ 2 പേരെ ഇവിടെ തിരഞ്ഞെടുത്തു എന്ന് അച്ഛൻ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ അച്ഛൻ പറഞ്ഞു, ഞങ്ങളുടെ ഗ്രൂപ്പിൽ പറഞ്ഞു ഇവിടെ ഒരു ധ്യാനകേന്ദ്രം ഉണ്ടാകും എന്ന് പറഞ്ഞു. പിന്നെ 1-2 വർഷം കഴിഞ്ഞ് പിന്നെ വരുമ്പോഴാണ് അച്ഛൻ പറയുന്നത് ഒരു ഫാക്ടറി അടച്ചു പൂട്ടിയിരിക്കുന്ന ഒരു ഫാക്ടറിയാണ്, ടൗണിലാണ്, പള്ളിയുടെ അടുത്താണ്, ആസ്ബസ്റ്റോസ് റൂഫ് ഉണ്ടതിന് എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം അച്ഛൻ ഒരു 2-3 വർഷം കഴിയുമ്പോൾ പറഞ്ഞു. എങ്കിലും നമുക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. 5-6 വർഷം ഞങ്ങൾ കാത്തിരുന്നിട്ടാണ് അങ്ങനെ ഒരു കെട്ടിടം ഉണ്ടെന്ന് പോലും നമ്മൾ അറിയുന്നത്. ഹൈക്കോടതിയിൽ ലേലം വിളിച്ചു കൊടുക്കുന്ന ഒരു കെട്ടിടം. ഞാൻ പോയി കെട്ടിടം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഇതാണ് അച്ഛൻ പറഞ്ഞ സ്ഥലമെന്ന്. പിന്നെ അതിന്റെ ലേലം പിടിക്കലും അതിന്റെയൊക്കെ വലിയ വലിയ അത്ഭുതങ്ങൾ അതിന് തന്നെ നടന്നു. നമുക്ക് കിട്ടിയത് 60 ലക്ഷം രൂപയ്ക്ക് അത് കിട്ടി. എത്ര എസ്റ്റിമേറ്റ് വരാവുന്ന കെട്ടിടമാണ്? അതിന്റെ ഇരട്ടി വിലയ്ക്ക് ഒരു 1.5 കോടി 1 കോടിയിൽ മേലെ വിലയുള്ള സാധനം നമുക്ക് ഏകദേശം പകുതി വിലയ്ക്കോളം കിട്ടി. അത് വലിയ അത്ഭുതമായിപ്പോയി. അത് ഏറ്റവും ഉത്തമ സ്ഥലത്ത് കിട്ടി. പനക്കലച്ചൻ ഇവിടുന്ന് പറഞ്ഞിരുന്നു, പള്ളിയുടെ അടുത്ത് വേണം നിങ്ങൾക്ക് കിട്ടുന്ന സ്ഥലം, ആളുകൾ ക്രിസ്ത്യാനികളൊക്കെ ഉള്ള സ്ഥലമായിരിക്കണം, സ്ഥാപനങ്ങളുള്ള സ്ഥലമായിരിക്കണം. അങ്ങനെയൊന്നൊരു സ്ഥലം കിട്ടാൻ അവിടെ ബുദ്ധിമുട്ടായിരുന്നു അന്ന്. പക്ഷെ അത് കിട്ടി നമുക്ക്. അത് വലിയൊരു അത്ഭുത. പിന്നീട് മാസിക തുടങ്ങി ഞങ്ങള്. മാസികയായിട്ട് രജിസ്ട്രേഷൻ വേണം. അതിന് ഡൽഹിയിൽ അയച്ച് രജിസ്ട്രേഷൻ ചെയ്ത് വന്നപ്പം ന്യൂസ് പേപ്പർ എന്ന് പറഞ്ഞാൽ വന്നേ. നമുക്കറിയത്തില്ലായിരുന്നു ഇത് ന്യൂസ് പേപ്പറാണെന്ന്. പിന്നെ അതിന്റെ പോസ്റ്റേജ് നോക്കാനായിട്ട് പോസ്റ്റ് ഓഫീസിൽ നിന്ന് അന്വേഷിക്കുമ്പോഴാണ് പറയുന്നത് 25 പൈസ മതിയെന്ന് ഒരു മാസികയ്ക്ക്. അപ്പോൾ ഞങ്ങൾ തന്നെ അറിയുന്നത് ന്യൂസ് പേപ്പറാണെന്ന്. അല്ലെങ്കിൽ 2, 3, 4 രൂപ ആവും. പിന്നെ അങ്ങനെ ഞങ്ങൾ ന്യൂസ് പേപ്പറായിട്ട് അയക്കാൻ തുടങ്ങിയപ്പോൾ അവരുടെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് തന്നെ അതിന് ഒബ്ജക്ഷൻ ഉണ്ടായി. ഇത് ന്യൂസ് പേപ്പർ അല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങൾക്ക് പ്രേരണ കിട്ടി, ഇതിനകത്തുള്ള ഓരോ ഹീലിംഗ് ഐറ്റവും ന്യൂസ് ഐറ്റമാണ്. അപ്പൊ ആ മാസത്തെ ന്യൂസ് പേപ്പർ ഈ മാസികയിൽ 25 ന്യൂസ് ഐറ്റം ഉണ്ട്. 25 ഹീലിംഗ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു.
അപ്പം അത് ഞങ്ങൾ എല്ലാം നോട്ട് ചെയ്ത് പോയി പോസ്റ്റ് മാസ്റ്റർ ജനറലെ കണ്ട് അയാളോട് സംസാരിച്ചു. അപ്പോൾ അവർ ന്യൂസ് പേപ്പർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, അത് വളരെ വിസ്താരമുള്ളതായിരിക്കണം, എല്ലാം വേണം, ഡെയിലി വേണം. ഞങ്ങൾ അതിനെല്ലാം പോയിന്റ്സ് കണ്ടുകൊണ്ടാണ് പോയത്. അപ്പം പറഞ്ഞു അത് അങ്ങനെയൊന്നും വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാൻ പറഞ്ഞു മന്ത്ലി ന്യൂസ് പേപ്പർ, ഇതിനകത്ത് 25 ന്യൂസ് ഐറ്റം, ഒരു എഡിറ്റോറിയൽ, രണ്ട് ആർട്ടിക്കിൾസ്. ഉടനെ അയാൾ പറഞ്ഞു ശരി 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 സൈൻ ചെയ്ത്. അങ്ങനെ ഞങ്ങളുടെ അപ്രൂവ് ചെയ്ത് കിട്ടി ന്യൂസ് പേപ്പർ ആണെന്ന്. പക്ഷേ നമ്മൾ കേൾക്കുന്നത് മറ്റൊരു രസകരമായ കാര്യമാണ്. ഓരോ സാക്ഷ്യവും ഓരോ ന്യൂസാണ്. അതൊരു വെളിപ്പെടുത്തലാണ്. കാരണം അങ്ങനെ ഒരു ന്യൂസ് ഐറ്റം ആണ് എന്ന ലേബൽ ഉണ്ടെങ്കിൽ ഈ പ്രക്രിയ ഭംഗിയായി സുതാര്യമായി നടക്കുകയുള്ളൂ. അച്ഛാ, ഈ ഒരു സാക്ഷ്യം ഒരു ന്യൂസാണ് എന്ന ഒരു കാര്യത്തിൽ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഓരോ സാക്ഷ്യത്തിലും ഒരു ന്യൂസ് ഒളിച്ചിട്ടുണ്ട്. ഈ ന്യൂസിന്റെ ഗുഡ് ന്യൂസ് ഗുഡ് ന്യൂസ് ആണ്. അതിന്റെ പേരോ നമ്മുടെ വചൻധാര അല്ല, ഈ ധ്യാന കേന്ദ്രത്തിന്റെ പേര് ഫാത്തിമ മാതാ സുസമാചാർ കേന്ദ്രം എന്നാണ് എഴുതിയിരിക്കുന്നത്. ഗുഡ് ന്യൂസ്. അതെ, ഗുഡ് ന്യൂസ്. ഫാത്തിമ മാതാ ഗുഡ് ന്യൂസ് സെന്റർ. പിന്നെ ഈ ന്യൂസ് പേപ്പർ അല്ല ബൈബിളൊക്കെ അടിക്കുന്നത് നമ്മൾ ലോക്കലായിട്ട് കളക്ട് ചെയ്യുന്ന ഫണ്ട് കൊണ്ട് മാത്രമാണ്. എല്ലാം ഈ ഞങ്ങൾ ധ്യാനിപ്പിക്കുന്ന ആളുകൾ അയച്ചു തരുന്ന കാശ്, അതിലൂടെയാണ് മാസം തോറും ഓരോരുത്തർ അവരുടെ ദശമാശം പോലെ അയക്കുന്നുണ്ട്. 1000 രൂപ, 5000 രൂപ. അവർക്കുണ്ടാകുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും അതിൽ കൂടുതൽ. അവരൊന്ന് പറയും, ഞങ്ങളിവിടെ ഈ ബൈബിളിന് കാശ് തരാൻ തുടങ്ങിയ പിന്നെ ഞങ്ങൾക്കുണ്ടായിട്ടുള്ള ഭൗതികവും ആധ്യാത്മികമായിട്ട് ഉണർവ്, കുടുംബത്തിൽ ശമ്പളം വർദ്ധിച്ചു, നല്ല ജോലി കിട്ടി, അതെല്ലാം അങ്ങനെ ആ സംഭാവനയിലൂടെയാണ് ഈ മാസം തോറും ഞങ്ങൾ ഇവിടുത്തെ എല്ലാം ബില്ല് ക്ലിയർ ചെയ്യുന്നത്. ഡിവൈനിലെയും പിന്നെ ഇപ്പോൾ ഇംഗ്ലീഷ് ബൈബിൾ ഞങ്ങൾ പ്രിന്റ് ചെയ്യാൻ തുടങ്ങി. ബാംഗ്ലൂരാണ് പ്രിന്റ് ചെയ്യുന്നത്. ഇവിടെയും പ്രിന്റ് ചെയ്തായിരുന്നു. പക്ഷെ നൗ വി വാണ്ടഡ്, മാർപ്പാപ്പ പറഞ്ഞില്ലേ ഒരു ചെറിയ പുസ്തകം എല്ലാവരുടെയും കയ്യിൽ വേണമെന്ന്. അപ്പോൾ ഒരു കാത്തലിക് ബൈബിൾ തന്നെ ആയിരിക്കട്ടെ, RSV ആയിരിക്കട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങളിപ്പോൾ ബാംഗ്ലൂർ പോയി 20,000 ബൈബിള് ഇപ്പം ഈ മാസം കിട്ടും ഞങ്ങൾക്ക്. എപ്പോഴും ടെലിഫോൺ മൂലം ഒരു വലിയ പ്രാർത്ഥന വാടിക്കോൾ പ്രയർ ടവറിന് പറയത്തില്ല. ഞങ്ങൾക്ക് എപ്പോഴും ഒത്തിരി ആളുകൾ എന്നും വിളിച്ച് ചോദിച്ച് അവർക്ക് അത്ഭുതങ്ങൾ ഉണ്ടാകുന്നു. വചനം ആവർത്തിച്ച് പറയുമ്പോൾ അത് ഹീലിംഗ് തീർച്ചയാണ്. നിന്റെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുക, എന്നിലും വിശ്വസിക്കുക എന്ന് 100 പ്രാവശ്യം നീ പറയാൻ പറഞ്ഞ പിറ്റേ ദിവസം രാവിലെ അവൾ വിളിച്ചു പറയും ഞാൻ സൗഖ്യമായി. വലിയ വലിയ രോഗത്തിലും സൗഖ്യം കിട്ടുന്നു ഈ വചനം ഉച്ചരിക്കുമ്പോൾ. അതൊരു ഒരു മിനിസ്ട്രി ഇൻ ഇറ്റ് സെൽഫ്, ബിസൈഡ്സ് ലെറ്റർ കൂടാതെ തന്നെ. പ്രിയപ്പെട്ടവരെ, ഈ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവ് രോഗികളെ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. പ്രേക്ഷകരായ അനേകം പേരെ കർത്താവ് സ്പർശിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും ശാരീരികവും മാനസികവും ആത്മീയവുമായ സൗഖ്യ സ്പർശനവും നൽകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു സുവാർത്തയാണ്, ഒരു വലിയ അനുഗ്രഹമാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ജോർജ് അച്ഛനിലൂടെ കേട്ടുകൊണ്ടിരുന്നത് മലയാള ലോകത്തിന്റെ കാര്യങ്ങളല്ല. ആത്മാവിന്റെ വെളിപ്പെടുത്തലുകളുടെ പ്രേക്ഷകർ മലയാളികളാണ്. എന്നാൽ മലയാള ലോകത്തിനു പുറത്ത് നമ്മൾ ആരും കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ജനസഞ്ചയത്തോട് സുവിശേഷം പ്രസംഗിക്കുന്ന ഒരു സുവിശേഷ വേലയിൽ ഏർപ്പെട്ടിരിക്കുന്ന ജോർജ് അച്ഛനിലൂടെ ആ മറുലോകത്തിന്റെ വലിയ അനുഗ്രഹങ്ങളുടെ സാക്ഷ്യം നമ്മൾ കേൾക്കുകയായിരുന്നു. ഇനി നമ്മൾ ആരാധനയിലേക്കും അതിലൂടെ ഒരുക്കി വച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളിലേക്കും പ്രവേശിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരം ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേക്കും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിന്റെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. നിന്റെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. അങ്ങയുടെ വിശുദ്ധ വചനത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് അങ്ങയുടെ ആശ്വാസം ഇപ്പോൾ തന്നെ നൽകണമേ. ഈ ആരാധനയിൽ പങ്കുചേരുന്ന ഓരോരുത്തരുടെയും അസ്വസ്ഥമായ ഹൃദയം അങ്ങ് മാറ്റി അതിന് ആശ്വാസം നൽകണമേ.
സമാധാനം നൽകണമേ, സൗഖ്യം നൽകണമേ, രോഗശാന്തി നൽകണമേ. ഞങ്ങൾ അങ്ങയുടെ വചനത്തിൽ ഉറച്ചു വിശ്വസിക്കുന്നു. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു, ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു, ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു, ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല, അന്ധകാരത്തിൽ നടക്കുകയില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ ഹൃദയങ്ങളും അസ്വസ്ഥമായ എല്ലാ ഹൃദയങ്ങളും ഇപ്പോൾ അങ്ങയുടെ വെളിച്ചത്താൽ, അങ്ങയുടെ സുവിശേഷത്താൽ ഉദ്ധരിക്കപ്പെടട്ടെ. നീ പാപികൾക്ക് വേണ്ടി മരിക്കുകയും ഞങ്ങൾക്ക് നിത്യജീവൻ നൽകുവാൻ വേണ്ടി ജീവിക്കുകയും ചെയ്ത കർത്താവേ, ഞങ്ങൾക്ക് നിത്യജീവൻ നൽകാൻ വേണ്ടി ജീവിക്കുകയും ചെയ്ത കർത്താവേ, അങ്ങയെ ഞങ്ങൾ വാഴ്ത്തുന്നു, ഞങ്ങൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, അങ്ങയെ ഞങ്ങൾ നമിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അനേകം പേരെ പരിശുദ്ധാത്മാ അഭിഷേകത്താൽ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. അനേകം പേരുടെ ശാരീരിക വേദനകളും രോഗപീഠകളും കർത്താവ് ഏറ്റെടുക്കുന്നു. മുഖത്തെ എല്ലിലൂടെ തലയ്ക്കകത്തേക്ക് ചൂടുന്നു കറിയുന്ന വേദന കർത്താവ് ആരെയോ സുഖപ്പെടുത്തുന്നു. ചങ്കിന്റെ ഇടതുഭാഗത്തുള്ള വേദന കർത്താവ് ആരെയോ സുഖപ്പെടുത്തുന്നു. അരക്കൂടിനുള്ള വേദന കർത്താവ് ആരെയോ സുഖപ്പെടുത്തുന്നു. സ്പോണ്ടിലോസിസിന്റെ അസുഖം കർത്താവ് ആരെയൊക്കെയോ സുഖപ്പെടുത്തുന്നു. ശരീരത്തിന്റെ ഒരു വശത്തെ തളർച്ച കർത്താവ് ആരെയോ സുഖപ്പെടുത്തുന്നു. നമ്മുടെ എല്ലാ രോഗങ്ങളും, നമ്മുടെ എല്ലാ മനോപീഡകളും, ദുഃഖഭയങ്ങളും, ആകുലതകളും കർത്താവിനെ ഏൽപ്പിക്കുക. അവിടുന്ന് നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. 1 പത്രോസ് 5:7. അവിടുന്ന് നൽകുന്ന സൗഖ്യം 2 കരങ്ങളും നീട്ടി ഹൃദയം തുറന്ന് നമുക്ക് സ്വീകരിക്കാം. അവിടുത്തെ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറയട്ടെ. ദൈവസ്നേഹത്താൽ, പരസ്പര സ്നേഹത്താൽ, കരുണാർദ്ര സ്നേഹത്താൽ, ക്ഷമിക്കുന്ന സ്നേഹത്താൽ, തകർച്ചകളെ പ്രതി സ്തുതിക്കുന്ന കൃപയാൽ അവിടുന്ന് നമ്മളെ അഭിഷേകം ചെയ്യട്ടെ. അനേകർക്ക് വേണ്ടിയുള്ള മധ്യസ്ഥ പ്രാർത്ഥന അവിടുന്ന് നമുക്ക് നൽകട്ടെ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്ക് കിട്ടുന്ന അനുഭവങ്ങൾ മറ്റുള്ളവരായിട്ട് പങ്കുവയ്ക്കുകയും ഈ ശുശ്രൂഷകരായ ഞങ്ങളെ അറിയിക്കുകയും ചെയ്യുക. ദൈവം അങ്ങനെ മഹത്വപ്പെടുവാൻ ഇടയാകട്ടെ. വിശുദ്ധ കുർബാനയുടെ ആശീർവാദം സ്വീകരിക്കാനായിട്ട് ശിരസ് വണങ്ങി നമുക്ക് ഇതിനു മുമ്പിലായിരിക്കാം. ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാകുന്നു. അടുത്ത ആഴ്ച നമ്മൾ വീണ്ടും ആത്മാവിന്റെ വെളിപ്പെടുത്തലുകൾക്കായി സമ്മേളിക്കും വരെ ദൈവം നമുക്കിടയിൽ സമൃദ്ധമായ അനുഗ്രഹങ്ങൾ വർഷിക്കട്ടെ. ഈ കാലയളവിൽ നിങ്ങൾക്ക് ആത്മാവിന്റെ വെളിപ്പെടുത്തലുകൾ എന്ന ശുശ്രൂഷയിലൂടെ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ സാക്ഷ്യങ്ങളായി ഞങ്ങളെ അറിയിക്കുക. ചുവടെ കാണിക്കുന്ന നമ്പറിൽ വിളിച്ചറിയിക്കുകയോ ഇല്ലെങ്കിൽ പതിവുള്ള വിലാസത്തിൽ നിങ്ങൾ എഴുതിയറിയിക്കുകയോ ചെയ്യാം. ഇനിയും കണ്ടുമുട്ടും വരെ ദൈവം നമുക്കിടയിൽ പ്രവർത്തിക്കട്ടെ. നന്ദി. മേഘപാളികൾക്കുമപ്പുറം സ്വർഗദൂതർ മധ്യവാണിടും